കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവനെ രാജീവൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് സുധീഷേ. ഒരു ജോലി ഏൽപ്പിച്ചു, ഒരു പണി ഏൽപ്പിച്ചു എന്നും മനസ്സിൽ കരുതണ്ട. ഇതൊന്ന് കൊണ്ടുകൊടുത്തിട്ടു ആ സുധീഷിനെ അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളില്ല, പ്ലീസ് എന്നൊക്കെ പറയുന്നു. അപ്പം നിധി പറയുന്നത് അച്ഛൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നതല്ലേ, സുധീഷ് പോയിട്ട് വാ. അവന് സുധീഷ് ഇങ്ങനെ ആലോചിക്കുന്നത് 7 ദിവസത്തിനുള്ളിൽ നിന്നെ അവളിൽ നിന്ന് പിരിച്ച് രണ്ടാക്കി തരാനൊക്കെ പറയണതാണ്. അപ്പോൾ ഇതിലെന്തോ ചതി ഉണ്ടെന്ന് സുധീഷ് മനസ്സിലാവുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് ഒരു പിടുത്തമില്ല, ഏത് വഴിക്കിന് ചതി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താ ആലോചിക്കുന്നത്, പോയിട്ട് വായോ എന്ന് പറയും. അപ്പോൾ നിധിയുടെ അമ്മരെ കണ്ണൊക്കെ അങ്ങനെ തിളങ്ങണ്. അവർക്ക് കാര്യം അറിയാം, ഏട്ടത്തേക്ക് മാത്രം അറിയില്ല. അങ്ങനെ സുധീഷ് പോകണ്. അപ്പോൾ നിധി ഡ്രൈവറുടെ അതായത് ഡ്രൈവറല്ല, വണ്ടിയുടെ ആ ഭാഗത്തേക്ക് ചെന്നിട്ട് പറയും വണ്ടി ഒരുത്തിയിൽ നിർത്തണ്ട, നേരെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ സുധീഷ് ചെട്ടിയാരുടെ നമ്പർ ചോദിച്ചു. അപ്പോൾ മനസ്സോടെയാണെങ്കിലും ചെട്ടിയാരുടെ നമ്പർ കൊടുക്കും. ചെട്ടിയാരൊന്നല്ല അത്, നമ്മുടെ ഈ അരുണിൻ്റെ ഏതോ ഒരു കമ്പനിയിലുള്ള ആരാണ്. അപ്പോൾ അവരുടെ നമ്പറും കൊടുത്ത് അങ്ങനെ അതൊക്കെ പോകണ്. പിന്നെ കാണിക്കുന്നത് സൈറ്റാണ്. നമ്മുടെ സുഭാഷ് ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ചാന്ദിനിയുടെ സഹോദരനെ വിളിക്കുന്നു. അപ്പോൾ ചാന്ദിനി ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിക്കണേ, ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷിൻ്റെ ഭക്ഷണം ചാന്ദിനിക്ക് കൊടുത്ത് ചാന്ദിനിയുടെ ഭക്ഷണം സുഭാഷ് മേടിച്ച് കഴിക്കണേ. അങ്ങനെ തമാശയും കളിയൊക്കെ ഒരു ഭാഗം. പിന്നീട് നീതും നമ്മുടെ ഹരീഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷാപ്പിലുള്ള പിള്ളേരൊക്കെ കളിയാക്കുന്നുണ്ട്, ഹരീഷേട്ടനൊന്ന് നേരത്തെ തുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഹരീഷിനാണെങ്കിൽ നീതുവിനോട് ഭക്ഷണം കഴിച്ചോ ഉറങ്ങിയോ എന്നല്ലാതെ വേറെ ഒന്നും ചോദിക്കാൻ അറിയില്ല. നീതു ഇടുന്നുണ്ടെങ്കിൽ വായ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 5 മിനിറ്റിൽ 10 പ്രാവശ്യം പിണങ്ങണമുണ്ട്, ഇങ്ങോട്ടൊന്നും ചോദിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരുടെ ഒരു ഭാഗം. അതിനുശേഷം വീണ്ടും സുധീഷിനെ കാണിക്കുന്നുണ്ട്. സുധീഷ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണ് അയാളുടെ ചതി പ്ലാൻ അറിയായിരുന്നെങ്കിൽ എന്നൊക്കെ നോക്കിയിട്ട് ബാഗൊക്കെ എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ നിധി ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ നിധിനോട് പറയും നല്ലോണം ഭക്ഷണം കഴിക്കുമ്പോളെ, മുള്ളുള്ള മീൻ രുചിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ വണ്ടി എടുത്ത് പോയി മേടിച്ചിട്ടുണ്ടെന്നാണ് രാവിലെ എന്നൊക്കെ പറഞ്ഞ്, പണ്ട് നിനക്ക് ഞാൻ മുള്ളുള്ള മീൻ ഞാനാണ് മാംസം പിച്ചി തരാം എന്നൊക്കെ പറയും. പെട്ടെന്നൊരു കള്ളക്കരച്ചിലും രാജീവന്. അങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ സുധീഷിൻ്റെ ഭാഗം കാണിച്ചതിൽ സുധീഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെട്ടിയാരുടെ നമ്പറേക്ക് ഒന്ന് വിളിച്ചു നോക്കും. അപ്പോൾ ചെട്ടിയാർ ഒറിജിനലൊന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് രാജീവൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് വേറെ എന്താ അയാളുടെ ഉദ്ദേശം മനസ്സിലാവില്ല. ഒരു പക്ഷേ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണതാവോ, അതായത് ഇത്രയും സ്വർണം ഞാൻ പറഞ്ഞിടത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കാൻ പറ്റും എന്ന് അയാൾക്ക് തോന്നും. അപ്പോൾ പിന്നെ നിധി നിനക്ക് എന്നെ ഭർത്താവായി അംഗീകരിക്കാണ്ടിരിക്കാൻ നിവർത്തില്ല സുധീഷേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കണ്. അപ്പോൾ റോട്ടിൽ ഒരാളിങ്ങനെ ഇങ്ങനെ കെടുക്കണ ആക്സിഡൻറ്റ് പോലെയാണ്. അപ്പോൾ സുധീഷ് ഓടിച്ചെന്ന് അയാൾ എടുക്കും. അപ്പോഴത്തേനും വേറെ ഗുണ്ടകളൊക്കെ വന്ന് കാറിൽ നിന്ന് ആ ബാഗ് എടുക്കും. പിന്നീട് സുധീഷിനെ അടിച്ച് കാറിൽ കയറ്റിട്ടുണ്ട്. അപ്പോൾ ആരണ്ട നിങ്ങളൊക്കെ ചുണയുണ്ടെങ്കിൽ അഴിച്ചിട്ട് അടിക്കടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാറിൽ കെട്ടിയിട്ട് അടങ്ങിക്കെടുക്കടാ, നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുധീഷിനെ അടിക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നത്. പിന്നീട് നിധി ഭക്ഷണം കഴിച്ചിരിക്കുന്ന. അപ്പം അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ കരയിന്. അപ്പോൾ എന്താ അച്ഛാ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞത്, അച്ഛൻ എന്താ ആലോചിച്ചത്? അല്ല മോളെ, ഞാൻ പോലീസ് സ്റ്റേഷനിലെ കാര്യം ആലോചിച്ചാണ്, നീ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ നിധി ഇങ്ങനെ വല്ലാണ്ടാവും. അപ്പോൾ അമ്മ പറയും ഇപ്പോഴത്തെ സൂക്കേട് ഇതാണ് മോളെ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ, അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ കാര്യം ഓർമ്മ വന്നെന്ന് പറഞ്ഞിട്ടിരുന്ന് കരയും. അപ്പോൾ നിധി ഇങ്ങനെ ഭയങ്കര സങ്കടം വരും. സോറി അച്ഛാന്ന് പറഞ്ഞ് നിധി കരയും. അപ്പോൾ ആങ്ങളെ പറയുന്നുണ്ട് അത്രയ്ക്ക് അപമാനമാണ് അച്ഛനുണ്ടായത്, കല്യാണത്തിന് വന്ന ആൾക്കാരോടൊക്കെ അച്ഛൻ മറുപടി പറഞ്ഞ് തോറ്റു, അച്ഛൻ ഓഫീസിലേക്ക് പോലും വരാണ്ടായി, പുറത്തിറങ്ങാണ്ടായി എന്നൊക്കെ ആങ്ങളെയും പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഭയങ്കര സങ്കടത്തിൽ നിധിനെ കരയിപ്പിക്കുന്നു. സോറി മോളെ, അന്നത്തിൻ്റെ മുന്നിലിരുന്ന് മോളോട് ഞാൻ സങ്കടം പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഏട്ടത്തി കണ്ണുകൊണ്ട് കാണിക്കുന്നത് ഇതിന് പറ്റിയ സമയം പറയെന്ന് പറയും. അപ്പോൾ നിധി ഇങ്ങനെ പറയാൻ മോളെ, അച്ഛൻ്റെ സങ്കടം കണ്ടപ്പോൾ അത് ആത്മാർത്ഥമായിട്ടുള്ള ഒറിജിനൽ കല്യാണമല്ല എന്നിങ്ങനെ പറയാൻ പോവുകയായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ സഹോദരൻ്റെ അതായത് അരുണിൻ്റെ മൊബൈൽ ബെല്ലടിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിധി പറയുന്നത് നിർത്തും. എന്താ ഒരു മിനിറ്റ് എത്തിയില്ലെന്നോ, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കും എല്ലാവരും കൂടി. എന്താ സ്വർണ്ണവും പണമായിട്ട് സുധീഷ് അങ്ങോട്ട് എത്തിയിട്ടില്ലെന്നോ, പിന്നെ ഇങ്ങോട്ട് പോയി എന്ന് ചോദിക്കും. അപ്പോൾ നിധി ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നതാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീണ്ടും പ്രമോയിൽ കാണിക്കുന്നത് സുധീഷിനെ കള്ളനാക്കിയിട്ട് നിധിയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നത് സ്വർണം
പണവും കട്ടുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? നല്ലൊരു ബിസിനസ് നടത്താൻ ഞാൻ പണം തരാമെന്ന് പറഞ്ഞതല്ലേ. രാത്രിക്ക് രാത്രി എൻ്റെ മോളെ അടിച്ചുകൊണ്ട് പോയി അവനോട്. ഏതൊരച്ഛനാണ് ഇങ്ങനെയൊക്കെ പറയാന്നൊക്കെ ചോദിച്ച് പൂങ്കണ്ണീര് ഒഴുക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. സുധീഷിനാണെങ്കിൽ കെട്ടിയിട്ട് അടിക്കുന്നത്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, ആണത്തുണ്ടെങ്കിൽ കെട്ടഴിച്ചടിക്കട, ആരണ്ട നിങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ അച്ഛനും സഹോദരനും കൂടി പുറത്ത് വന്ന് നിന്നിട്ട് പറയുന്നത്, അവനെ ഇപ്പം തന്നെ അങ്ങോട്ട് തീർത്താലോ? തീർക്കാം, പക്ഷേ വരട്ടെ, ഇപ്പം തീർത്താൽ നമ്മളെ സംശയിക്കും എന്ന് പറയുന്നത്. ഞാൻ മുഖംമൂടി വെച്ചിട്ടില്ല, അവനെ പോയി രണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മുഖംമൂടി വെച്ച് അരുൺ നമ്മുടെ സുധീഷിനെ അടിമുട്ടി അടിക്കുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.